അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് ഇഷ്ഖുസ്സുവർ, പ്രണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗത്തിനുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ രണ്ട് വിഭാഗത്തെയാണ് പരാമർശിച്ചത് എന്ന് പറഞ്ഞു. അതിലൊരു വിഭാഗം സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഫിത്തനയാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അവിടെ വിശദീകരിക്കപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളും പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, വത്വാഇഫത്തു ത്സാനിയ അല്ലദീന ഹഖല്ലാഹു അൻഹുമുൽ ഇഷ്ക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രണയത്തെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ള രണ്ടാമത്തെ വിഭാഗം ഹുമുൽ ലൂത്തിയ്യ. അത് ലൂത്തിയ്യത്താണ്. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൽ ഉണ്ടായതായ സ്വവർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ പ്രണയമാണ്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിൽ അത് വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിൽ ഇപ്രകാരം കാണാം, അല്ലാഹു തആല പറഞ്ഞു, വജാഅ അഹ്ലുൽ മദീനതി യസ്തബ്ശിറൂൻ. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ ചില മലായിക്കത്ത് സന്ദർശകരായി വരികയുണ്ടായി. മനുഷ്യരൂപത്തിൽ യുവാക്കളായ സുന്ദരന്മാരായ ചില യുവാക്കളുടെ രൂപത്തിലാണ് അവർ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ ഹാജരായത്. ഈ സമയത്ത് ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹം ചിലർ മറ്റു ചിലരെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ആ പട്ടണത്തിലുള്ള ആളുകൾ വരികയുണ്ടായി. ഖാൽ ഇന്ന ഹഉലാഇ ളൈഫി ഫലാ തഫ്ളഹൂൻ. അങ്ങനെ വന്ന ആളുകളോട് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് എൻ്റെ അതിഥികളാണ്. ഫലാ തഫ്ളഹൂൻ, അതുകൊണ്ട് എന്നെ അവഹേളിക്കരുത്. അവരുടെ മുന്നിൽ എന്നെ നിങ്ങൾ അവഹേളിക്കരുത്. അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്, ആദരിക്കൽ, അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ഈ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അവഹേളിക്കരുത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതേപോലെ വലാ തുഖ്സൂൻ, നിങ്ങൾ എന്നെ ലജ്ജയുള്ളവനാക്കി തീർക്കരുത്, അതായത് എന്നെ നാണം കെടുത്തരുത് എന്ന് ലൂത്ത് അലൈഹിസ്സലാം അവരോട് ഉപദേശിച്ചു. ഖാലു, അവർ പറഞ്ഞു, അവലം നൻഹക അനിൽ ആലമീൻ, ഞങ്ങൾ താങ്കളെ വിലക്കിയിരുന്നില്ലയോ? ഇങ്ങനെ ലോകരിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ താങ്കളിലേക്ക് വരരുത്, അവർക്ക് ഇങ്ങനെ ആതിഥേയം അരുളുന്നതിനെ തൊട്ട് താങ്കളെ നാം വിലക്കിയിരുന്നതല്ലയോ എന്നവർ ചോദിച്ചു. എന്നിട്ട് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹഉലാഇ ബനാതി ഇൻ കുന്തും ഫാഇലീൻ. ഇതാ എൻ്റെ പെൺമക്കളുണ്ട് ഇവിടെ. നിങ്ങളുടെ ലൈംഗിക ദാഹം പൂർത്തീകരിക്കണമെങ്കിൽ അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. എൻ്റെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക? വിവാഹം കഴിച്ചു കൊള്ളുക എന്ന് ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷി നിർത്തിക്കൊണ്ട്, നബിയെ, അവരുടെ സക്രത്തിലാണ്, ലഹരിയിലാണ്. അവർക്ക് പിടിപെട്ടിരിക്കുന്നതായ ഈ ഇഷ്കിൻ്റെ, ഈ പ്രണയത്തിൻ്റെ ലഹരിയിൽ അവർ അകപ്പെട്ടിരിക്കുകയാണ്. അതിലവർ അശ്രദ്ധരായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? മേഞ്ഞു നടക്കുകയാണ്. ഫഹാദിഹിൽ ഉമ്മത്തു ആഷിഖത്ത്. അപ്പോൾ ഈ ഉമ്മത്തും ഈ സമൂഹവും എന്ത് ചെയ്തു? അവരും ഈ പ്രണയത്തിൽ അകപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫഹക്കാഹു സുബ്ഹാനഹു അൻ ത്വായിഫതൈനി. ഇവിടെ അല്ലാഹു രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് ഉദ്ധരിച്ചു. അഷിക കുല്ലു മിൻഹുമാ മാ ഹുർരിമ അലൈഹി മിനസ് സുവർ. ഈ രണ്ട് വിഭാഗവും, അവരിൽ എല്ലാവരും തന്നെ ഏതൊന്നാണോ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നതായ ഈ നിഷിദ്ധമായ ചിത്രങ്ങൾ, അതായത് ഈ പ്രണയം, ഇത്
എന്ത് ചെയ്തിരിക്കുന്നു? അവർക്ക് ബാധിച്ചിരിക്കുന്നു. അതുമായിട്ട് ഇവർ പ്രണയത്തിലായിരിക്കുന്നു. വലം യുബാലി ബിമാ ഫി ഇഷ്ഖിഹി മിനൽ ദറർ. ഇങ്ങനെയുള്ള ഈ ഇഷ്കിൽ, ഈ പ്രണയത്തിലുള്ളതായ അതിൻ്റെ ദററുകൾ, അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്തിട്ടില്ല? അതിനവർ പരിഗണിച്ചില്ല. അത് മുഖേന അവർക്ക് സംഭവിക്കുന്നതായ അപകടങ്ങൾ എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്തില്ല? അവർ പരിഗണിച്ചില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വഹാദാ ദാഉൻ, ഇത് ഒരു രോഗമാണ്. അഅയൽ അത്തിബ്ബാഅ ദവാഉ, അതിന് മരുന്ന് കണ്ടെത്തുക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് വൈദ്യന്മാർ അവരെ എന്ത് ചെയ്തിരിക്കുന്നു? അശക്തരായിരിക്കുന്നു. വഅസ്സ അലൈഹിം ശിഫാഉ, അതിനുള്ളതായ ശമനം അവരുടെ മേൽ, അതിന് ശമനം കൊടുക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്നു. വഹുവ വല്ലാഹി ദാഉൽ ഉദാൽ, അല്ലാഹുവാണ് സത്യം, അത് വളരെ കഠിനമായ, ദുർബലമാക്കി കളയുന്ന, ഒരു മനുഷ്യനെ ബലഹീനനാക്കി കളയുന്നതായ ഒരു രോഗമാണ്. വസ്സുമ്മുൽ ഖത്താൽ, ഒരാളെ കൊലക്ക് കൊടുക്കുന്ന, അവനെ നശിപ്പിച്ച് കളയുന്നതായ രോഗമാണ്. അല്ലദീ മാ അലിഖ ബിഖൽബിൻ, എങ്ങനെയുള്ളതാണ് ഈ രോഗം? ഒരു ഹൃദയവുമായും അത് ബന്ധപ്പെടുന്നില്ല. ഏത് ഹൃദയത്തിലാണോ ഇത് സംഭവിക്കുന്നത്, ഇല്ലാ വഅസ്സ അലൽ വറാ ഖലാസുഹു മിൻ ഇസാരി, അതിന്റെ ബന്ധനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ആ രീതിയിലുള്ള രോഗമാണത്. വലസ്തഅലത് നാറുഹു ഫീ മുഹ്ജത്തിൻ, ഏതൊരു ഹൃദയധമനികളിലാണോ അത് കത്തിപ്പടരുന്നത്, ഇല്ലാ വസഉബ അലൽ ഖൽഖി തഖ്ലീസുഹാ മിൻ നാരിഹി, അതിന്റെ തീയിൽ നിന്ന് ആ മനുഷ്യനെ മോചിപ്പിച്ചെടുക്കാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. ആർക്ക് സാധിക്കൂ? അള്ളാഹുവിന് സാധിക്കുകയുള്ളൂ. അപ്പോ വൈദ്യന്മാർ, ഗുരുക്കന്മാർ, അവർക്കാർക്കും സാധിക്കാത്ത വിധം വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണിത്. അതിനെ ചികിത്സിച്ച് മാറ്റാൻ പ്രയാസകരമായ ഒരു രോഗമാണ്. മനുഷ്യനെ കൊലയിലെത്തിപ്പിക്കുന്ന, നശിപ്പിച്ച് കളയുന്നതാണത്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഒന്നാമതായി മുസന്നിഫ് റഹിമഹുല്ലാ പറയുകയാണ്, വഹുവ അഖ്സാമുൻ, ഇത് വ്യത്യസ്ത അഖ്സ്മുകളുണ്ട്. പ്രണയം വ്യത്യസ്ത ഇനങ്ങളുണ്ട്. താറതൻ യകൂനു കുഫ്ര, ചിലപ്പോൾ അത് കുഫ്രായി മാറും. അതാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഒരാളെ ശിർക്കിലും കുഫ്റിലും അത് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. കമനിത്തഖദ മഅശൂഖഹു നിദ്ദൻ, ഏതുപോലെ ഒരാൾ അവന്റെ മഅശൂഖിനെ, അവന്റെ പ്രണയിനിയെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് സമക്കാരനായിട്ട് അവൻ സ്വീകരിക്കുന്നു. യുഹിബ്ബുഹു കമാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹുവിനെ എങ്ങനെയാണോ അവൻ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ അവൻ പ്രണയിക്കുന്നവനെയും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അത് തന്നെ എന്താണ്? കുഫ്റാണ്. ഒരാൾ അള്ളാഹുവിന് സമനായിട്ട് വേറെ ഒരാളെ സ്നേഹിച്ചാൽ അതെന്തായി മാറി? കുഫ്റായി മാറി. ഫകൈഫ ഇദാ കാനത് മഹബ്ബതുഹു അഅ്ദമ മിൻ മഹബ്ബത്തില്ലാഹി ഫീ ഖൽബി, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിനേക്കാൾ, സ്നേഹത്തെക്കാൾ ഒരാൾക്ക് അവന്റെ പ്രണയിനിയോടാണ് കൂടുതൽ സ്നേഹമെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാൾ സ്നേഹിച്ചാൽ അത് തന്നെ കുഫറാണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ പ്രാമുഖ്യം വേറൊരാൾക്ക് നൽകുന്നു. എന്നാൽ പിന്നെ അവന്റെ അവസ്ഥ എന്താണ്? ഫഹാദാ ഇഷ്കുൻ ലാ യുഗ്ഫറു ലിസാഹിബി, ഈ പ്രണയം അത് അതിലകപ്പെടുന്നവന് പൊറുക്കപ്പെടുകയില്ലാത്ത പാപമാണത്, പ്രണയമാണത്. അവന് പാപമോചനം ലഭിക്കുകയില്ല അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ. ശിർക്ക് ചെയ്തുകൊണ്ട്, കുഫർ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവന് പാപമോചനം നൽകപ്പെടാത്തതുപോലെ അപകടമാണ്. ഏത്? ഈ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നവൻ. അവൻ ചെയ്തിരിക്കുന്നത് ഷിർക്കാണ്, കുഫറാണ്. ഫഇന്നഹു മിൻ അഅ്ദമി ശിർക്ക്, ഷിർക്കിൽ വളരെ ഗൗരവം നിറഞ്ഞിരിക്കുന്നതാണ്. ഷിർക്കാണെന്നല്ല, ഷിർക്കിനേക്കാളും ഗൗരവം നിറഞ്ഞ, ഷിർക്കിൽ ഏറ്റവും ഗൗരവം നേറിയ ഷിർക്കാണ് ഈ പറഞ്ഞ അപകടം. വല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു അവനിൽ ഷിർക്ക് ചെയ്യപ്പെടുന്നതിന് എന്ത് ചെയ്യുകയില്ല? പുറത്തു കൊടുക്കുകയില്ല. വഇന്നമാ യഗ്ഫിറു ബിത്തൗബത്തിൽ മാഹിയ, അവൻ പുറത്തു കൊടുക്കുന്നത് എന്തുമാത്രമാണ്? തൗബ കൊണ്ട്, മായ്ച്ചു കളയുന്നതായ തൗബ കൊണ്ട് മാത്രമേ അത് പുറത്തു കൊടുക്കുകയുള്ളൂ. ചില തൊബകളില് മാദൂന ദാലിക് എന്നൊരു ഇബാറത്ത് അവിടെ ഉണ്ട്. ആ ഇബാറത്ത് എന്താണ്? തെറ്റായ ഇബാറത്താണ്. അതിലുണ്ടാവും, അത് തെറ്റായ ഇബാറത്താണ്. അപ്പോൾ ഷിർക്കല്ലാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തേക്കും? തൗബ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. അപ്പോൾ
ഷിർക്കാണ് എങ്കിൽ തൗബ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തു കൊടുക്കുകയുള്ളൂ. അപ്പൊ ഈ പറയുന്ന പ്രണയത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തവനെ പോലെയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. തൗബ ചെയ്താലല്ലാതെ മരണത്തിന് മുമ്പ് അവൻ എന്ത് ചെയ്തിരിക്കണം, തൗബ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ കഠിനമായ ഷിർക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവനകപ്പെട്ടിരിക്കുന്നത്. ഇവനിൽ ഈ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ള തെളിവെന്താണ്? വഅലാമത്തുൽ ഇഷ്കി ഷിർക്കിയിൽ കുഫ്രി, ഈ ഷിർക്കിയായ കുഫ്രിയായ ഈ പ്രണയത്തിന്റെ തെളിവെന്താണ്, അതിനുള്ളതായ അലാമത്ത് അടയാളം എന്താണ്? അൻ യുഖദ്ദിമൽ ആശിഖു റിദാഅ മഅശൂഖി അലാ റബ്ബിഹി. അത് പ്രകാരമാണ് ഒരാൾ ഇങ്ങനെ പ്രണയിക്കുന്ന ഒരാൾ തന്റെ പ്രണയിനിക്ക് അവനെന്ത് ചെയ്യുന്നു, അവന്റെ തൃപ്തിക്ക് കൂടുതൽ പരിഗണന നൽകുന്നു, പ്രാമുഖ്യം കൊടുക്കുന്നു. ആരുടെ തൃപ്തിയേക്കാൾ? തന്റെ റബ്ബിനേക്കാൾ അവൻ പ്രാമുഖ്യം കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് ആർക്കാണ്? അവൻ പ്രണയിക്കുന്നവനാണ് എങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വഇദാ തആറദ ഇൻദഹു ഹഖ്ഖു മഅശൂഖിഹി വഹദ്ദു വഹഖ്ഖു റബ്ബിഹി വതഅതു. ഒരാളുടെ മുന്നിൽ എന്ത് ചെയ്തിരിക്കുന്നു, രണ്ട് മുൻഗണനകൾ വന്നിരിക്കുകയാണ്. തന്റെ പ്രണയിനിയോടുള്ളതായ ഹക്ക് അവന്റെ മുന്നിലുണ്ട്, അവന് കൊടുക്കേണ്ടതായ ഹല്ല് ഓഹരിയും, അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഹക്കും അവനോടുള്ള ത്വാഅത്തും അവന്റെ മുന്നിൽ വന്നു. രണ്ടും അവന് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള അവസ്ഥ വന്നാൽ ഖദ്ദമ ഹഖ്ക മഅശൂഖിഹി അലാ ഹഖ്ഖി റബ്ബി, റബ്ബിനോടുള്ള കടപ്പാടിനേക്കാൾ അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ പ്രണയിനിയുടെ കടപ്പാടിനെ, അവരോടുള്ളതായ ഹല്ലിന് അവൻ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ വആഥറ റിദാഹു അലാ റിദാ, അള്ളാഹുവിനോടുള്ള തൃപ്തിയേക്കാൾ കൂടുതൽ അവൻ പ്രണയിക്കുന്നവനോടുള്ള തൃപ്തിക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ വബദല ലഹു അൻഫസ മാ യഖ്ദിറു അലൈഹി, അവന് ചെലവഴിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും അൻഫസായത്, ഏറ്റവും വിലപിടിപ്പുള്ളത് അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ പ്രണയിനിക്ക് വേണ്ടി ചെലവഴിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. വബദല ലിറബ്ബിഹി ഇൻ ബദല അർദ മാ ഇൻദ, റബ്ബിനു വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ മോശപ്പെട്ടത് അവൻ എന്ത് ചെയ്യുന്നു, ചെലവഴിക്കുന്നു. വസ്തഫറഗ വസ്അഹു ഫീ മർളാതി മഅശൂഖിഹി വത്വാഅതിഹി വത്തഖറുബി ഇലൈഹി, അവൻ അവന്റെ ശേഷിയിൽ കഴിയുന്നത് മുഴുവൻ കഴിയുന്ന രീതിയിൽ അവന്റെ പ്രണയിനിയുടെ തൃപ്തിക്ക് വേണ്ടി, അവരെ അനുസരിക്കുന്നതിന് വേണ്ടി, അവരിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു. وجعل لربه ان اطاعه الفضله التي تفضل معشوقه من ساعته, അവൻ റബ്ബിന് വേണ്ടി എന്തെങ്കിലും സമയം ചെലവഴിക്കാൻ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പ്രണയിനിക്ക് ചെലവഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന് മാത്രം കൊടുക്കുന്നു. ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണ്, അത് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള അടയാളമാണ്. ഫതഅമ്മൽ ഹാല അക്സരി ഉശാഖി സുവർ, ഇമാമുകൾ പറയാണ്, ഇങ്ങനെ ഈ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നതായ ആളുകളിൽ അധികം ആളുകളുടെയും അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കുക. തജ്ദിഹാ മുതാബിഖതൻ ലിദാലിക്, ഇതിന് അനുയോജ്യമായ നിലയിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കാണാൻ സാധിക്കും. ഇതിന്റെ കുരുക്കിൽ ആരാണോ പെട്ടുപോയത് അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, അവരുടെ ചിന്തകൾ അത് തന്നെയാണ്, അവരുടെ സംസാരങ്ങൾ, അവരുടെ പ്രവർത്തികൾ, അവരുടെ ഇടപാടുകൾ മുഴുവനും എന്ത് തന്നെയായിരിക്കും. ഇതിനെക്കുറിച്ച് അവൻ പ്രണയിക്കുന്നവനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവൾ പ്രണയിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായ ചിന്തകൾ മാത്രമായിരിക്കും. ഇതല്ലാതെ വേറൊന്നും അവന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അവൻ ചിലപ്പോൾ നമസ്കരിക്കുന്നുണ്ടാകാം, നമസ്കാരം വളരെ ദുർബലമായിരിക്കും, ചില പ്രവർത്തികൾ മാത്രമായിരിക്കും, നോമ്പുണ്ടാകാം, സക്കാത്ത് ഉണ്ടാകും, പക്ഷെ അതൊന്നും ഉണ്ടാവുകയില്ല, പ്രാമുഖ്യം ഉണ്ടാവുകയില്ല, അതിന്റെ രുചി, അതിന്റെ ആസ്വാദനം അവൻ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഇമാമുകൾ പറയുന്നു എന്നിട്ട് ഇവരുടെ ഈ അവസ്ഥ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. അവരുടെ തൗഹീദും ഈമാനും വേറൊരു തുലാസിലും വെക്കുക, വേറൊരു തട്ടിലും വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് തൂക്കി കണക്കാക്കി നോക്ക്. ഏതിനാണ് മുൻതൂക്കം? അള്ളാഹുവിന്റെ ഏകത്വത്തിന് അവൻ കൊടുക്കുന്ന ഈമാനിന് കൊടുക്കുന്നതാണോ പ്രാമുഖ്യമേറുന്നത്, കരം തൂങ്ങുന്നത്? അതല്ല ഇവന്റെ പ്രണയത്തിനാണോ കരം തൂങ്ങുന്നത് എന്ന് നീ ഒന്ന് തൂക്കി നോക്ക്. എങ്ങനെയുള്ള തൂക്കമാണ്? അള്ളാഹുവും റസൂലും തൃപ്തിപ്പെടുന്ന രീതിയിൽ നീതിപൂർവകമായി നീ തൂക്കി നോക്ക്. അപ്പൊ നിനക്കറിയാൻ സാധിക്കും. അത് നീതിപൂർവമായ നിലയിലാണ് തൂക്കുന്നത് എങ്കിൽ
എവിടെയാണ്, ഏത് തട്ടിനാണ് കരം തൂങ്ങുന്നത് എന്ന് നിനക്ക് മനസ്സിലാകും. അത് അവന് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉദാഹരണമായിരിക്കും, അടയാളമായിരിക്കും. എന്നിട്ട് ഇമാം അവറുകൾ തന്നെ അതിന് ഉദാഹരണങ്ങൾ പറയുകയാണ്. വറുബ്ബമാ സ്വറഹൽ ആശിഖു മിൻഹും, അവരിൽ ചില പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ വളരെ വ്യക്തമാക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. ബിഅന്ന വസ്ല മഅശൂഖിഹി അഹബ്ബു ഇലൈഹി മിൻ തൗഹീദി റബ്ബി, തന്റെ പ്രണയിക്കുന്നവനുമായുള്ള ബന്ധമാണ് അള്ളാഹുവിന്റെ തൗഹീദിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രണയത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ചില ആളുകൾ വെളിപ്പെടുത്തിയിട്ട് തന്നെയുണ്ട്. കമാ ഖാലൽ ആശിഖുൽ ഖബീസ്, വളരെ നികൃഷ്ടനായ ഒരു പ്രണയകാവ്യത്തിൽ മുതനബ്ബി എന്ന് പറയുന്ന ഷായിറാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ യതറശഫ്ന മിൻ ഫമി റശഫാത്തിൻ ഹുന്ന അഹ്ലാ ഫീഹി മിന തൗഹീദി, അവർ ആ സ്ത്രീകൾ എൻ്റെ ചുണ്ടിലുള്ളതായ നീരുകൾ അവരെന്ത് ചെയ്തു, വലിച്ചെടുത്തു, അതിന് തൗഹീദിനേക്കാൾ മാധുര്യമുണ്ടായിരുന്നു എന്നൊരാൾ പാടിയതുപോലെ മുത്തനബി പാടിയതാണ്. ഇത് ശിർക്കല്ലാതെ മറ്റെന്താണ്? വകമാ സ്വറഹൽ ഖബീസുൽ ആഖർ, വളരെ നികൃഷ്ടനായ മറ്റൊരാൾ പറഞ്ഞതുപോലെ അന്ന വസ്ല മഅശൂഖിഹി അഷ്ഹാ ഇലൈഹി മിൻ റഹ്മത്തി റബ്ബിഹി, എൻ്റെ പ്രണയിനിയിലേക്ക് എനിക്ക് എത്തിച്ചേരലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊരാൾ പാടിയതുപോലെ ഫഅയ്യാദൻ ബിക്, അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ മിൻ ഹാദൽ ഖുദ്ലാൻ, ഈ നിന്ദ്യതയിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്. ആ കവി പാടിയത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ കിതാബിൽ മുന്നേ കഴിഞ്ഞു പോയിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി, സ്വവർഗത്തിലുള്ളതായ യുവാവുമായിട്ട് പ്രണയത്തിലായി. അവനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ അതിനുള്ള സാധ്യതകൾ വന്നപ്പോൾ അതിന് സാധിക്കാതെ വന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രയാസങ്ങൾ വളരെ വിങ്ങിപ്പൊട്ടി ഭാരമേറിക്കൊണ്ട് മരിക്കുന്ന സമയത്ത് പാടിയിരിക്കുന്ന പാട്ടാണിത്. വസുലൂക അശ്ഹാ ഇലാ ഫുആദി മിൻ റഹ്മത്തിൽ ഖാലിഖിൽ ജലീലി, നിന്നോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം. ഖാലിഖായ മഹത്വമുള്ളവനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ റഹ്മത്തിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചുപോയത് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്നത്. വലാ റൈബ അന്ന ഹാദൽ ഇശ്ഖ മിൻ അഅ്ദമി ശിർക്ക്, ഇത് ഷിർക്കിൽ ഏറ്റവും ഗുരുതരമായ ഷിർക്കാണ് എന്നുള്ളതിൽ എന്തില്ല, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ ഒരു പ്രണയത്തിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഷിർക്കിൽ ഏറ്റവും വളരെ ഗുരുതരമായിരിക്കുന്ന ഷിർക്കാണ് എന്നതിൽ എന്ത് വേണ്ട, ഒരു സംശയവും വേണ്ട. വകസീറും മിനൽ ഉശാഖ് യുസർരിഹു, ധാരാളം പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ബിഅന്നഹു ലം യബ്ഖ ഫീ ഖൽബിഹി മൗദിഉൻ ലിഗൈരി മാശൂഖിഹി അൽബത്ത, അവരുടെ ഹൃദയങ്ങളിൽ താൻ പ്രണയിക്കുന്ന ആ പ്രണയിനിയോടുള്ളതായ സ്നേഹമല്ലാതെ ഇനി ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവശേഷിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ മുഴുവനും അവളാണ് അല്ലെങ്കിൽ അവനാണ് എന്ന് ധാരാളം ആളുകൾ പാട്ടുകളിലൂടെയും അതേപോലെ തന്നെ വരികളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതലുണ്ട്, വ്യക്തമാക്കലുണ്ട്. ബൽ ഖദ് മലക അലൈഹി ഖൽബഹു കുല്ല എന്നല്ല, അവരുടെ ഹൃദയം മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു, അത് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്, അതിന്റെ മേൽ ആധിപത്യം നേടിയിരിക്കുകയാണ്. ഫസാറ അബ്ദൻ മഹ്ള, അങ്ങനെ അവൻ എന്ത് ചെയ്തു, കേവലം ഒരു അടിമയെ പോലെയായി. ആരെയാണോ അവൻ പ്രണയിക്കുന്നത് അവരുടെ അടിമയായി മാറിയവൻ. അവരെന്താഗ്രഹിക്കുന്നുവോ അവൻ എന്ത് ചെയ്യും, ഇത് സാധിച്ചു കൊടുക്കും. അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഇവൻ എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യും, നേടിക്കൊടുക്കാൻ ഒരു യജമാനന് അടിമ ചെയ്യുന്ന അടിമവേല പോലെ എന്ത് ചെയ്തിരിക്കുന്നു, ഇവന്റെ സ്വഭാവമായിരിക്കുന്നു. മിൻ കുല്ലി വജ്ഹിൻ ലിമാശൂഖി, എല്ലാ അർത്ഥത്തിലും താൻ പ്രണയിക്കുന്ന ആ പ്രണയിനിയോട് എല്ലാ അർത്ഥത്തിലും ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു അടിമയായി തീരും. ഫഖദ് റളിയ ഹാദാ മിൻ ഉബൂദിയ്യത്തിൽ ഖാലിഖി ജല്ല ജലാലുഹു ബിഉബൂദിയ്യത്തി മഖ്ലൂഖിൻ മിസ്ലി, ഇങ്ങനെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉബൂദിയ്യത്തിൽ തൃപ്തിപ്പെടുന്നതിന് പകരം, അള്ളാഹുവിന്റെ അടിമയാകുന്നതിനെ തൃപ്തിപ്പെടുന്നതിന് പകരം അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അവനെ പോലുള്ളതായ അവന്റെ ഒരു സൃഷ്ടിയുടെ അടിമയാകുന്നതിന് അവൻ എന്ത് ചെയ്തിരിക്കുന്നു, സംതൃപ്തനായിരിക്കുകയാണ്. അവൻ അള്ളാഹുവിന്റെ അടിമയാകുന്നതിലാണ് സംതൃപ്തനാക്കേണ്ടത്, അതിലാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, സമാധാനമടയേണ്ടത്. എന്നാൽ എന്ത് ചെയ്തിരിക്കുന്നു, അവനെ പോലുള്ളതായ ഒരു മഖ്ലൂഖിന് അവന്റെ അടിമയായി തീരുന്നതിൽ അവൻ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണ്. ഫഇന്നൽ ഉബൂദിയ്യത ഹിയ കമാലുൽ ഹുബ്ബി വൽ ഖുദൂ, ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ
പല പ്രാവശ്യം വ്യക്തമാക്കിയതാണ് ഗ്രന്ഥത്തിൽ. ഏതാണത്? എവിടെയാണോ സ്നേഹവും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും സമ്മേളിക്കുന്നത്, അത് ഒരാൾ വേറൊരാളോട് ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നു, പ്രകൃതിപരമായ സ്നേഹമുണ്ടാകാം. അവിടെ ഈ പറയുന്ന സ്നേഹവും അങ്ങേയറ്റത്തെ നിന്ദ്യത അനുഭവിക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവുകയില്ല, അതിലുണ്ടാവുകയില്ല. ഇബാദത്ത് വരുന്നത് എപ്പോഴാണ്? ഏത് സ്നേഹത്തിലാണ് ഇബാദത്ത് വരുന്നത്? ഒരാളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നതിനോട് കൂടെ അവനോട് ഒരു നിന്ദ്യതാ മനോഭാവം ഇവനുണ്ടാകുന്നു. അവന്റെ ഒരു അടിമയാകണം എന്നിട്ട് അവന്റെ മുന്നിൽ വളരെ നിസ്സാരക്കാരനായി മാറുന്ന ഒരു മനസ്ഥിതി ഒരാൾക്ക് വരുന്നുണ്ടോ? അതെന്താണ്? അവനോട് ഇവൻ അവന്റെ അടിമയായി മാറുന്നു എന്നുള്ളതാണ്, അവനെ ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. വഹാദാ ഖദിസ്തഫറഗ ഖുവത ഹുബ്ബിഹി വഖുദൂഇഹി വദുല്ലിഹി ലിമഅശൂഖി. അവന്റെ സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, നിന്ദ്യതയുടെ എന്ത് ചെയ്തിരിക്കും? അതിന്റെ ശക്തി മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? തന്റെ ഈ പ്രണയിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ചെലവഴിക്കുന്നു. ഫഖദ് അഅതാഹു ഹഖീഖത്തൽ ഉബൂദിയ്യ. ഉബൂദിയ്യത്തിന്റെ, ആരാധനയുടെ, അടിമത്തത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഇവൻ സ്നേഹിക്കുന്നത് ആരാണോ അവനക്ക് നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. വലാ നിസ്ബത്ത്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്ന ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം അവറുകൾ പറയാണ്, വലാ നിസ്ബത ബൈന മഫ്സദതി ഹാദൽ അംരിൽ അദീമി വമഫ്സദത്തിൽ ഫാഹിഷ. ഒരാൾ ഒരു വൃത്തികേട് ചെയ്തു, മോശം പ്രവൃത്തി ചെയ്തു, ചിലപ്പോൾ വ്യഭിചാരമാകട്ടെ, എന്നാൽ പോലും അതിന്റെ അടുക്കൽ ഈ പറയുന്ന ഗൗരവമായ കാര്യം അതിന് തുലനം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. പ്രണയവും അതേപോലെ തന്നെ ഒരാൾ ചെയ്യുന്ന വൃത്തികേടും, ചിലപ്പോൾ വ്യഭിചാരമായിരിക്കാം, അതും ഇതും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്ന് താരതമ്യം ചെയ്യാൻ തന്നെ സാധിക്കുകയില്ല. കാരണം ഒരാൾ വ്യഭിചരിച്ചു, എന്നാൽ അവനക്ക് എന്തുണ്ടാകും? ശിക്ഷയുണ്ടാകും. വ്യഭിചാരത്തിന് ശിക്ഷയുണ്ട്. മറ്റുള്ള കള്ളു കുടിച്ചാലുള്ള ശിക്ഷ പോലെ, അല്ലെങ്കിൽ മോഷ്ടിച്ചാലുള്ള ശിക്ഷ പോലെ, ഇങ്ങനെയുള്ള ശിക്ഷകൾ അതിനുണ്ട്. എന്നാൽ ഈ പ്രണയത്തിന്റെ അപകടം എന്താണ്? അവൻ ഷിർക്കിൽ അകപ്പെടുന്നു എന്നുള്ളതാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ അവൻ പ്രണയത്തിൽ അകപ്പെട്ടിട്ടില്ല, വ്യഭിചരിച്ചു, അവനെന്തുണ്ട്? ശിക്ഷയുണ്ട്. വിവാഹിതനാണെങ്കിൽ അവൻ എറിഞ്ഞു കൊല്ലും, അത് അവസാനിച്ചു. തൗബ ചെയ്താൽ അള്ളാഹുവിന് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ഒരാൾ മോഷ്ടിച്ചു, അവന്റെ കൈ മുറിച്ചു കളയും, അതാണ് അതിന്റെ ഹുക്കുമ്. ഒരാൾ ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ എന്താണ്? ശിർക്ക് ചെയ്താൽ അവൻ തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ കാലാകാലം നരകത്തിലാണ്. അപ്പൊ ഈ ഒരു തിന്മയുടെയും ഏതെങ്കിലും ഒരു വലിയ പാപമായി കൊള്ളട്ടെ, അതിൻ്റെയും ഈ പറയുന്ന പ്രണയത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പ്രണയം വളരെ അപകടമാണ്, രണ്ടും അപകടം തന്നെയാണ്. പക്ഷേ ഇതിന്റെ കാര്യം വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഇമാം അവറുകൾ പറഞ്ഞതാണ്. കാരണം ചില സലഫുകൾ പറയലുണ്ട്, വകാന ബഅദു ശുയൂഖി മിനൽ ആരിഫീന യഖൂൽ, ആരിഫീങ്ങളിൽപ്പെട്ട ചില മശായിഖന്മാർ ആയിരുന്നു, അവർ പറയുമായിരുന്നു, ലഅൻ ഉബ്തലാ ബിൽ ഫാഹിഷ മഅ തിൽക സൂറത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തലാ ഫീഹാ ബിഇശ്ഖിൻ യതഅബ്ബദു ലഹാ ഖൽബി വയശ്ഗലുഹു അനില്ലാ. എന്നെ ഏതെങ്കിലും വൻപാപങ്ങൾ കൊണ്ട്, മോശപ്പെട്ട പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ പരീക്ഷിക്കപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തിനേക്കാൾ? ഞാൻ വേറൊരാളുടെ അടിമയായി തീരുന്ന രീതിയിൽ, അള്ളാഹുവിനെ തൊട്ട് പൂർണ്ണമായി തിരിഞ്ഞുകൊണ്ട് വേറൊരാളുടെ അടിമയായി തീരുന്ന ഈ പ്രണയത്തിൽ അകപ്പെട്ടു പോയി ആ പരീക്ഷണത്തിൽ അകപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും പാപങ്ങളിൽ അകപ്പെടുന്നതാണ്. പാപങ്ങളിൽ അകപ്പെട്ടാൽ അതിന്റെ ശിക്ഷയോടെ അവൻ തൗബ ചെയ്താൽ എന്ത് ചെയ്തു? തീർന്നു. പക്ഷേ ഇത് ശിർക്കാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനാൽ അതിന്റെ കാര്യം വളരെ ഗുരുതരമാണ് എന്ന് ഇതിലുണ്ട് ചില മശായിഖുമാർ പറഞ്ഞതായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ്. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, ഫസുലുൻ, മറ്റൊരു അധ്യായം, ഇങ്ങനെ ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന ഈ രോഗത്തിന്റെ മരുന്ന് എന്താണ്? ഇനി മരുന്ന് വിശദീകരിക്കുകയാണ്. ഈ പറയുന്ന രണ്ടിനം സ്വവർഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതായ പ്രണയമാണെങ്കിലും, ഇങ്ങനെ മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന ഈ പ്രണയത്തിന്റെ, ഈ രോഗത്തിന്റെ ചികിത്സ, അൻ യഅരിഫ അന്ന മബ്തുലിയ ബിഹി മിൻ ഹാദാ ദാഇൽ മുദാദ് ലിത്തൗഹീദ്. ഒന്നാമത് അവൻ അറിയലാണ്, ബോധ്യമുണ്ടാകലാണ്. ഇങ്ങനെ ഒരു രോഗം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതായ ഒരു മനുഷ്യൻ, ഈ രോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ മുദാദ് ലിത്തൗഹീദ്. തൗഹീദിന് നേരെ ഘടകവിരുദ്ധമാണ് ഈ രോഗം. അവന്റെ തൗഹീദിനെ ഇല്ലാതെയാക്കി കളയുന്നതാണ് ഈ രോഗം.
ഇങ്ങനെയുള്ളതായ ഈ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന വ്യക്തി അവൻ മനസ്സിലാക്കലാണ്, ബോധ്യപ്പെടലാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്നമാ ഹുവ മിൻ ജഹ്ലിഹി വഗഫ്ലതി ഖൽബിഹി അനില്ലാഹി തആല. ഇത് അവന് സാധിച്ചത് ഇങ്ങനെ ഒരു പ്രളയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ രോഗം അവനെ ബാധിക്കാനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിന്റെ അശ്രദ്ധയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ അജ്ഞനായിരിക്കുന്നു, അവന്റെ ജഹിലാണ്, അജ്ഞതയാണ്, അവന്റെ അശ്രദ്ധയാണ് ഈ രോഗം അവനിലേക്ക് വരാനുള്ള കാരണം എന്ന് തിരിച്ചറിയലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഫഅലൈഹി അൻ യഅരിഫ തൗഹീദ റബ്ബിഹി വസുന്നതഹു അവ്വല. അതുകൊണ്ട് ഇതിനുള്ള ചികിത്സയുടെ ഒന്നാമത്തെ മാർഗം, ഒന്നാമത്തെ ചികിത്സ അള്ളാഹുവിന്റെ തൗഹീദിനെ അവൻ അറിയലാണ്, അത് പഠിക്കലാണ്, അത് മനസ്സിലാക്കാനാണ്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടാകലാണ്. അള്ളാഹുവിന്റെ സുന്നത്തിനെ, നടപടിക്രമത്തെ അവൻ അറിയലാണ്. ഇങ്ങനെ ഒരാൾ ഒരു തിന്മയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നടപടിക്രമം എന്താണ്, അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെയാണ് അവൻ സ്നേഹിക്കേണ്ടത്. സ്നേഹം അള്ളാഹുവിനല്ലാത്തവരിലേക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട്. തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പരിഹാരം. അത് ഏത് പ്രശ്നമാകട്ടെ, ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏത് പ്രശ്നമാകട്ടെ, അതിന് ഒന്നാമത്തെ പ്രതിവിധി തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. തൗഹീദ് ഒരാളുടെ ശക്തമാണോ, അത് വ്യക്തമാണോ എങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള പാപങ്ങളിൽ നിന്ന് അവന് സുരക്ഷിതത്വം ഉണ്ടാകുന്നതാണത്. അത് അവനൊരു ഹെസ്നാണ്, ഒരു കോട്ടയാണ് തൗഹീദ് എന്നുള്ളത്. അതിൽ നിന്ന് എപ്പോഴാണോ അവൻ പുറത്തു കിടക്കുന്നത് അവൻ എന്ത് ചെയ്യും? ഇതുപോലുള്ള തിന്മകൾ. അതുകൊണ്ട് തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒന്നാമത്തെ മാർഗം. പിന്നീട് അവൻ എന്ത് ചെയ്യണം? ആന്തരികവും ബാഹ്യവുമായ ഇബാദാത്തുകൾ ചെയ്യണം. അള്ളാഹുവിനുള്ള ഇബാദാത്തുകളിൽ അവൻ മുഴുകണം. അവന്റെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്ന ഇബാദാത്തുകൾ എന്തെല്ലാം ഉണ്ടോ, ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതുണ്ട്, ശരീരങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഇബാദാത്തുകളിൽ അവൻ മുഴുകുക. എന്തിനാണത്? ബിമാ യശ്ഗലു ഖൽബഹു അൻ ദവാമിൽ ഫിക്റതി ഫീ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവനിൽ ഇതാകാൻ വേണ്ടിയിട്ട്, നിത്യമാകാൻ വേണ്ടിയിട്ടാണ്. അവന്റെ ഹൃദയം മറ്റുള്ള ജോലികളിൽ നിന്ന് മാറി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജോലിയിൽ, ചിന്തകളിൽ ജോലിയാകാൻ വേണ്ടിയിട്ടാണ്. അവനെക്കുറിച്ചുള്ള ഫിക്ർ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തൗഹീദ് ശരിപ്പെടുത്തുക. എന്നിട്ട് ഇബാദാത്തുകളിൽ അവൻ മുഴുകുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് വയുക്സിറുൽ ലജഅ വത്തദർറുഅ ഇലല്ലാഹി സുബ്ഹാനഹു ഫീ സർഫി ദാലിക അൻ. മൂന്നാമത്തെ കാര്യം അവൻ ദുആ ചെയ്യലാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. അവനിൽ അവൻ അഭയം പ്രാപിക്കലാണ്. അവനോട് അവൻ വിനയത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യലാണ്? പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവിൽ അവൻ അഭയം ചോദിക്കലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫീ സർഫി ദാലിക അൻ. ഈ തിന്മയിൽ നിന്ന് അവനെ തിരിച്ചുവിടണം. അതിന് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഏതൊരു മനുഷ്യനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അമ്പിയാക്കന്മാർ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അമ്പിയാക്കന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു. നാമും വളരെ അർഹരാണ്, അതിന് നിർബന്ധമായ ബാധ്യതയാണ് നമ്മുടെ മേൽ. നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഷിർക്കിൽ നിന്ന് വരെയും അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് എന്ത് ചെയ്യുമായിരുന്നു? രക്ഷ ചോദിക്കുമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബി ജുനൂബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നെയും എൻ്റെ മക്കളെയും രക്ഷപ്പെടുത്തണേ, അതിൽ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൗഹീദ് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ആർക്കേ സാധിക്കൂ? അള്ളാഹുവിനെ സാധിക്കൂ. അതുകൊണ്ട് തൗഹീദിനെ പ്രബോധനം ചെയ്യുന്ന അമ്പിയാക്കളുടെ ഇടയിൽ ഏറ്റവും പ്രമുഖനായ നബിയാണ്, ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിന്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്റെ ദീനിൽ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി നിരന്തരം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ കടമപ്പെട്ടവനാണ്. അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓരോ കാര്യങ്ങളിൽ നിന്ന് ചോദിച്ചു കൊണ്ടിരിക്കുക. ഇഖ്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, സുന്നത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കുക. ഇത് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല തരുമെന്നുള്ളതാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പരീക്ഷിക്കാവുന്ന കാര്യമാണ്. നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുക. ഏതെങ്കിലും തിന്മകളിൽ അകപ്പെടലുണ്ടോ? പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രികളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ആ തിന്മയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അതിൽ നിന്ന് എന്നെ തിരിച്ചു കളയണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അതിൽ തിരിച്ചു കളയും. അള്ളാഹുവിനെ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ വിരലുകളുടെ ഇടയിലാണ്
മനുഷ്യരുടെ ഹൃദയം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പരിഹാരം. വീണ്ടും ഇമാം അവറുകൾ പറയുന്നു, വലൈസ ലഹു ദവാഉൻ അൻഫഉ മിനൽ ഇഖ്ലാസു ലില്ലാഹ്. അള്ളാഹുവിനോട് ഇഖ്ലാസ് കാണിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമായ മറ്റൊരു ചികിത്സയും ഇതിനില്ല. ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ചെയ്യുന്ന ഇബാദാത്തുകൾ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുക, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിക്കുക, അവന്റെ തൃപ്തി കാംക്ഷിക്കുക. ഇതാണെന്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അൻഫആയ പ്രയോജനപ്രദമായ മറ്റൊരു ചികിത്സ. വഹുവ ദവാഉ അല്ലദീ ദക്കറഹു അല്ലാഹു ഫീ കിതാബിഹി ഹൈതു ഖാൽ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ തന്നെ എന്ത് ചെയ്താണ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു മരുന്നാണ്, ഒരു ചികിത്സയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞതാണ്, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. അപ്രകാരം അവനിൽ നിന്ന്, യൂസുഫ് അലൈഹിസ്സലാമിൽ നിന്ന് തിന്മകളും മോശപ്പെട്ട കാര്യങ്ങളും നാം എന്ത് ചെയ്യുന്നു തിരിച്ചു കളയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം മുഖ്ലിസീങ്ങളിൽപ്പെട്ട ആളായിരുന്നു, ഇഖ്ലാസുള്ള ആളായിരുന്നു. അപ്പൊ ആരാണോ ഇഖ്ലാസ് മുറുകെ പിടിക്കുന്നത് അവരല്ലാഹു എന്ത് ചെയ്യും? ഇതുപോലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. വഅഖ്ബറ സുബ്ഹാനഹു അന്നഹു സറഫ അൻഹു സൂഅ മിനൽ ഇശ്ഖി വൽ ഫഹ്ശാ മിനൽ ഫിഅലി ബിഇഖ്ലാസ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? മോശപ്പെട്ട പ്രവർത്തികളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, ഈ പ്രണയത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹു അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അതിൽ തെറ്റിച്ചു കളയുകയാണ്, രക്ഷപ്പെടുത്തുകയാണ്. ഫഇന്നൽ ഖൽബ ഇദാ അഖ്ലസ വഅഖ്ലസ അമലഹു ലില്ലാഹ്. ഏത് ഹൃദയമാണോ ഇഖ്ലാസ് കാണിക്കുന്നത്, നിഷ്കളങ്കത കാണിക്കുന്നത്, വഅഖ്ലസ അമലഹു ലില്ലാഹ്, അവന്റെ ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നത് എപ്പോഴാണോ, ലം യതമക്കൻ മിൻഹു ഇശ്ഖു സുവർ, ഈ ഹറാമുകളോടുള്ള പ്രണയം അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുകയില്ല, സ്വാധീനം നേടുകയില്ല. അവന്റെ ഹൃദയത്തിൽ അത് സ്വാധീനം ചെലുത്താൻ സാധിക്കുകയില്ല. ആരുടെ ഹൃദയത്തിലാണോ ഇഖ്ലാസ് ഉള്ളത് എന്ത് ചെയ്യും? ചിലപ്പോൾ വന്നാൽ അത് തട്ടിക്കളയും, അത് രക്ഷപ്പെട്ടു പോകും. ഫഇന്നഹു ഇന്നമാ യതമക്കനു മിൻ ഖൽബിൻ ഫാരിഖിൻ. പിന്നെ ഏത് ഹൃദയത്തിലാണ് ഇത് വരിക? കാലിയായി കിടക്കുന്ന ഹൃദയങ്ങളിലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, തൗഹീദില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്റില്ല, ഇബാദാത്തുകളില്ല, ഹൃദയത്തിന്റെ ഇബാദാത്തുകളില്ല, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകളില്ല. അങ്ങനെയുള്ള ഹൃദയത്തിലേക്കാണ് എന്ത് ചെയ്യുക? ഇതുപോലുള്ള അപകടങ്ങൾ കടന്നു വരിക. ഒരു കവി പറഞ്ഞതുപോലെ എന്താണ്? അതാനി ഹവാഹ ഖബ്ല അൻ അഅരിഫൽ ഹവ. അവളോടുള്ള സ്നേഹം എന്നിലേക്ക് വന്നു. ഹവ എന്താണ്, സ്നേഹം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ, എനിക്കറിയില്ലാത്ത പ്രായത്തിൽ തന്നെ എന്നോട് എന്ത് ചെയ്തു? അത് വന്നു. എപ്പോഴാണത്? ഫസാദഫ ഖൽബൻ ഖാലിയൻ ഫതമക്കന. അങ്ങനെ ആ പ്രണയം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് ഹൃദയം കാലിയായി കിടക്കുകയായിരുന്നു, അത് ശൂന്യമായിരുന്നു, അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളില്ല, ഇഖ്ലാസ് ഇല്ല. കാലിയായി കിടന്നപ്പോ ഫസാദഫ, പെട്ടെന്ന് ഒന്ന് പിടികൂടിയെന്നാണ്. ഫതമക്കന, അങ്ങനെ അത് എന്ത് ചെയ്തു? ഹൃദയത്തിൽ സ്വാധീനം ഉറപ്പിച്ചു. അപ്പോ ഹൃദയം അങ്ങനെ കാലിയാക്കി ഇടുമ്പോഴാണ് എന്ത് ചെയ്യുക? ഹൃദയത്തിലേക്ക് മറ്റുള്ളതായ മോശപ്പെട്ട ചിന്തകൾ വരിക, അതിനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പോഴാണ് കടന്നു വരിക. അപ്പൊ ഇഖ്ലാസ് എന്നുള്ളതാണ് മറ്റൊരു ചികിത്സ. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വലിയഅലമിൽ ആഖിൽ അന്നൽ അഖല വശർഅ. വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് പറയുന്നത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? അന്നൽ അഖല വശർഅ, ഒരാളുടെ ബുദ്ധി, അതേപോലെ തന്നെ വശർഅ, ഇസ്ലാമിക ശരീഅത്ത്, ഇത് രണ്ടും യൂജിബാനി തഹ്സീലൽ മസാലിഹി വ തക്മീലഹ. ഇത് രണ്ടും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്ലഹത്തുകൾ ഉണ്ടാക്കുക, നന്മ വരുത്തുക, അത് സമ്പൂർണമാക്കുക. അതുപോലെ വഇഅദാമൽ മഫാസിദി വ തഖ്ലീലഹ, കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കുക, ഉള്ള കുഴപ്പങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ താല്പര്യം. ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധിയും അതാണ് പറയുക. ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ തന്നിലേക്ക് ഒരു അപകടം വിളിച്ചു വരുത്താൻ എന്ത് ചെയ്യുകയില്ല? ആഗ്രഹിക്കുകയില്ല. ബുദ്ധിയുടെ തേട്ടം. അതേപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ ഏത് നിയമവും അതിന്റെ പൊതുവായൊരു കായികയാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇടപാടുകളിൽ നാം ഏർപ്പെടുന്നുണ്ടാകും. ആ ഇടപാടുകളിലെല്ലാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ഒരു തത്വമാണിത്, കായികയാണിത്. എന്താണിത്? ശരീഅത്ത് പഠിപ്പിക്കുന്നത്, ബുദ്ധി പറയുന്നത് മനുഷ്യൻ നന്മകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് നിയമം എടുത്താലും കാണാം,
നമസ്കരിക്കാൻ പറയുന്നു, നോമ്പെടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ സക്കാത്തിന്റെ കാര്യം പറയുന്നു, തിന്മകളിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ഇതിനെല്ലാം തന്നെ അതിന്റെ പ്രധാനപ്പെട്ട മഖ്സൂദ്, ലക്ഷ്യം എന്താണ്? ഇതാണ്, ഒരു നന്മ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉള്ള നന്മയെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഏതൊരു ശരീഅത്തിന്റെ നിയമം എടുത്തോ അതാണ് അതിന്റെ ലക്ഷ്യം. അതല്ലെങ്കിൽ ഒരു തിന്മയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ നിയമം കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഉള്ള തിന്മ എന്ത് ചെയ്യുക? കുറയ്ക്കുക, അതിൽ ഒരു എന്ത് ചെയ്യുക? ലഘൂകരിക്കുക. ഇതാണ് ഏത് നിയമത്തിന്റെയും ലക്ഷ്യം. അതാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ നേട്ടവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ ഒരു കാര്യം വന്നു, ഒരു പ്രശ്നമുണ്ടായി. യറാ ഫീഹി മസ്ലഹത്തൻ വ മഫ്സദ, ആ കാര്യത്തിൽ ഒരു നന്മയുമുണ്ട് ഒരു തിന്മയുമുണ്ട്. അത് ചെയ്താൽ അവന് നന്മയുണ്ടാകും, അവന്റെ മനസ്സിന് ചിലപ്പോൾ കേവലമായ ഏതെങ്കിലും സന്തോഷം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അത് ചെയ്താൽ ഉണ്ടാകുന്ന മഫ്സദത്തുകളുമുണ്ട്. ഒരു കാര്യം അവന്റെ മുന്നിൽ വരികയാണ്, ചെയ്യണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ. ചെയ്തു കഴിഞ്ഞാൽ ചില നന്മകളുണ്ട്, അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ചില തിന്മകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഒരാളുടെ മുന്നിൽ വന്നു. വജബ അലൈഹി അംറാൻ, എന്നാൽ രണ്ട് കാര്യം അവന് നിർബന്ധമാണ്. അംറുൻ ഇൽമിയുൻ വ അംറുൻ അമലിയുൻ. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. എന്താണ് അവൻ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം? ഫൽ ഇൽമിയു മഅരിഫത്തുർ റാജിഹി മിൻ ത്വർഫയിൽ മസ്ലഹത്തി വൽ മഫ്സദ. ഒരു കാര്യം അതിന് മസ്ലഹത്തുണ്ട്, മഫ്സദത്തുണ്ട്. ഇത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമാണോ കൂടുതൽ പ്രബലം, അതല്ല അതിന്റെ മഫ്സദത്താണോ കൂടുതൽ പ്രബലം? ഇതവൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നേട്ടമുണ്ട്, തിന്മയുണ്ട്, ശരിയാണ്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കാലാകാലം നേട്ടമാണോ ഉണ്ടാവുക, അല്ല എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു നേട്ടത്തിനേക്കാൾ വലിയ ദുരന്തമാണോ ഇത് മുഖേന എനിക്ക് ഉണ്ടാവുക? ഇത് ഏതാണ് പ്രബലമായി നിൽക്കുന്നത് എന്ന് ചെയ്യണം, അവൻ തിരിച്ചറിയണം. ഫൈദാ തബയ്യന ലഹു അർറുജ്ഹാന, ഇതിൽ പ്രബലമേതാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞാൽ വജബ അലൈഹി ഈഥാറുൽ അസ്ലഹില, അവൻ ഏറ്റവും ഗുണം ചെയ്യുന്നതിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. തന്റെ ദുനിയാവിനും ആഖിറത്തിനും നാശം വരുത്തുന്ന കാര്യമാണോ എങ്കിൽ പാടില്ല. അവിടെ ആ കാര്യം ചെയ്യുന്നത് മുഖേന മസ്ലഹത്താണോ ഉണ്ടാവുക, മഫ്സദത്താണോ ഉണ്ടാവുക, ഇത് പരിശോധിക്കൽ നിർബന്ധമാണ്. അത് മുഖേന മഫ്സദത്താണ് പ്രബലമായി നിൽക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? മസ്ലഹത്തുള്ളതിനെ തിരഞ്ഞെടുക്കണം. അപ്പൊ ഇത് തിരഞ്ഞെടുത്തിട്ട് റാജിഹായതിനെ, പ്രബലമായതിനെ എന്ത് ചെയ്യണം? അവൻ തിരഞ്ഞെടുക്കണം. വമിനൽ മഅലൂമി, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു ലൈസ ഫീ ഇശ്ഖി സുവരി മസ്ലഹത്തുൻ ദീനിയ്യ വലാ ദുനിയവിയ്യ. ഈ പറയുന്ന പ്രണയത്തിന് ദുനിയാവിലോ അതേപോലെ തന്നെ ദീനിലോ യാതൊരുവിധ മസ്ലഹത്തുകളുമില്ല, ഒരു മസ്ലഹത്തും എന്തില്ല. ഒരാൾ വേറൊരാളെ പ്രണയിച്ചാൽ അതിൽ ഒരു നന്മയും വരാനില്ല. അവന്റെ ദീനിനും ഒരു ഗുണവുമില്ല, ദുനിയാവിനും ഒരു ഗുണവുമില്ല, ദുനിയാവും നാശം തന്നെയാണ്. ബൽ എന്നല്ല, മഫ്സദതുഹു അദ്ദീനിയ്യ വദ്ദുനിയവിയ്യ അദ്ആഫു അദ്ആഫി മാ യുഖദ്ദറു ഫീഹി മിനൽ മസ്ലഹ. എന്തെങ്കിലും മസ്ലഹത്ത് സങ്കൽപ്പിച്ചാൽ തന്നെ അതിനേക്കാളെല്ലാം ഇരട്ടിയേക്കാൾ ഇരട്ടിയാണ് ദീനിയും ദുനിയവിയുമായി അത് മുഖേന ഉണ്ടാകുന്ന മഫ്സദത്ത്. ദീനിലും ദുനിയാവിലും ഒരു നേട്ടമില്ലെന്ന് മാത്രമല്ല, അതിന്റെ മഫ്സദത്താകട്ടെ, അതിന്റെ നാശമാകട്ടെ വളരെ ഇരട്ടിയാണ്. എന്തെങ്കിലും ചെറിയൊരു മസ്ലഹത്ത് ഒരാൾ കാണുന്നുണ്ട്, സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളെല്ലാം ഇരട്ടിയേക്കാൾ ഇരട്ടി ആണെന്ത്? അതിന്റെ മഫ്സദത്ത്. ദുനിയാവിനെയും ബാധിക്കും, ദീനിനെയും ബാധിക്കും. വദാലിക മിൻ വുജൂഹിൻ, അത് വ്യത്യസ്ത തലങ്ങളിലാണ്. അതിനുശേഷം 8 മദറത്തുകൾ ഇമാം അവറുകൾ പറയുന്നുണ്ട്. സമയം ഭംഗിത്തന 55. പ്രണയത്തിന്റെ 8 അപകടങ്ങളാണ് ഷേഖ് അവറുകൾ ഇവിടെ എണ്ണി പറയുന്നത്. 8നേക്കാൾ ധാരാളം അപകടങ്ങൾ അതിന് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന 8 അപകടങ്ങൾ പറയുകയാണ്. അഹദുഹ, അതിൽ ഒന്നാമത്തേത്, അൽ ഇഷ്തിഗാലു ബിഹുബ്ബിൽ മഖ്ലൂഖി വദിക്രിഹി അൻ ഹുബ്ബിർ റബ്ബി തആല വദിക്രിഹി. അല്ലാഹു തആലയോടുള്ള സ്നേഹം, അവന്റെ സ്മരണ, അതിനെ ഉപേക്ഷിച്ച്
സൃഷ്ടികളോടുള്ളതായ സ്നേഹവും അതിൽ വ്യാപൃതരാകലും ഉണ്ടാകും. ഒരാൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് അവൻ ഏറ്റവും അധികം സ്മരിക്കേണ്ടത്. എന്നാൽ പ്രണയത്തിലകപ്പെട്ടോ ഇത് നേർ വിപരീതമാകും. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് പകരം, അവനെ സ്നേഹിക്കുന്നതിന് പകരം മഖ്ലൂക്കീങ്ങളോടുള്ളതായ സ്നേഹത്തിൽ അവൻ വ്യാപൃതനാകും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അവന്റെ ഹൃദയം എന്ത് ചെയ്യും? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ ആരെയാണോ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ അവളാരെയാണോ പ്രണയിക്കുന്നത്, അവനെന്ത് ചെയ്യും? കവർന്നെടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ അപകടം. ഇപ്പോൾ ഷേഖ് അവറുകൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രകടമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പം 2 ആഴ്ച മുമ്പാണെന്ന് തോന്നല്ലേ, അടുത്ത് ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഒരാൾ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അവരുടെ വീടിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. 2 ആഴ്ചയായിട്ടുള്ള നമ്മൾ പേപ്പറിൽ വായിച്ചതാണ്. ഇത് 1-2 സംഭവങ്ങളല്ല, ധാരാളം സംഭവങ്ങൾ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിനിയുടെ ഹോസ്റ്റലിൽ കയറിയിട്ട് എന്ത് ചെയ്തു? ഒരാൾ വെടിവെച്ചു ഒരു സ്ത്രീയെ, എന്നിട്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. 2 കൊലപാതകങ്ങൾ. ഇത് നിരന്തരം പല സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ഇത് പ്രണയത്തിൻ്റെ അപകടമാണ്. ഇതിൻ്റെ അവസാനം കൊലയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപകടങ്ങളിൽ ഒന്നതാണ് കൊലയാണ്. അതിൻ്റെ തുടക്കത്തിൽ ഒരു മാധുര്യം ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വലിയ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തും. അതിൻ്റെ അവസാനം കൊലയായിരിക്കുമെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഇവന്റെ ചിന്ത പൂർണ്ണമായി മാറുകയാണ്. അവന് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ചിന്തയേ ഉള്ളൂ. അവന്റെ മാതാപിതാക്കൾ അവന് പ്രശ്നമല്ല, അവന്റെ സഹോദരങ്ങളോ അവന്റെ വീട്ടുകാരോ അവന്റെ അധ്യാപകരോ ഇതൊന്നും പ്രശ്നമല്ല, സമൂഹം പ്രശ്നമല്ല. ഇവന് വേറൊരു ലോകത്തിലായി. ഇങ്ങനെ പ്രണയത്തിൽ അകപ്പെടുന്ന ആൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് വിദ്യാലയങ്ങളിലെല്ലാം പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഏതെങ്കിലും ഒരാൾ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ബന്ധങ്ങളും നിലയ്ക്കും. പിന്നെ അവനൊറ്റ ബന്ധം ഉണ്ടാവുള്ളൂ, സകലതുമായിട്ടുള്ള ബന്ധം വിച്ഛേദനം നടത്തും. പിന്നെ അവനൊറ്റ ചിന്തയേ ഉള്ളൂ, അള്ളാഹുവിൽ നിന്നാകുന്നത് മാത്രമല്ല സൃഷ്ടികളുമായിട്ട് എന്ത് ചെയ്യുന്നു? അവനാകുന്നു. അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടുന്നു, ആഖിറവും നഷ്ടപ്പെടുന്നു. ഇതാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു ചിന്തയിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അപകടം, ഒന്നാമത്തെ അപകടം. ഫലാ യജ്തമിഉ ഫിൽ ഖൽബി ഹാദാ വഹാദാ. ഇത് രണ്ടും ഒരു സൃഷ്ടിയിൽ ഒരുമിച്ച് കൂടുകയേ ഇല്ല. അള്ളാഹുവിനോടുള്ള സ്നേഹവും അതേപോലെ മഖ്ലൂക്കിനോടുള്ള സ്നേഹവും എന്ത് ചെയ്യില്ല? സൃഷ്ടിയോടുള്ള സ്നേഹവും ഒരുമിച്ച് കൂടുകയില്ല. ഇല്ലാ വയഖ്ഹറു അഹദുഹുമാ അൽ-ആഖർ. ഒന്നിനെ കീഴ്പ്പെടുത്തിയിട്ടല്ലാതെ. അള്ളാഹുവിനോടാണോ ശരിയായ സ്നേഹം, എന്നാൽ മറ്റുള്ള സ്നേഹത്തെ എന്ത് ചെയ്യും? സൃഷ്ടികളോടുള്ള അതിരുകവിഞ്ഞ സ്നേഹത്തെ പരാജയപ്പെടുത്തും. സൃഷ്ടികളോടാണോ അതിരുകവിഞ്ഞ സ്നേഹം, എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്യും? തള്ളിക്കളയും. വയകൂനു സുൽത്താനു വൽ ഗലബതു ല. അങ്ങനെ ഒന്നിനെ പരാജയപ്പെടുത്തിയിട്ട് അടുത്തതിനായിരിക്കും എന്ത്? ഹൃദയത്തിൽ പ്രാമുഖ്യം ഉണ്ടാവുക, അതിനായിരിക്കും സ്വാധീനം ഉണ്ടാവുക. അസാനി, രണ്ടാമത്തെ കാര്യം, അതാണ് ഒന്നാമത്തെ അപകടം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്നിട്ട് സൃഷ്ടികളോടുള്ള സ്നേഹത്തിൽ വ്യാപൃതനാവുക. അസാനി, രണ്ടാമത്തേത്, അദാബു ഖൽബിഹി ബിമഅശൂഖി. അവന്റെ ഹൃദയം വലിയൊരു ശിക്ഷയിൽ അകപ്പെടുമെന്നുള്ളതാണ്. അവന്റെ പ്രണയിനിയുമായിട്ടുള്ള, അവൻ പ്രണയിക്കുന്നവനുമായിട്ടുള്ളതായ അവന്റെ മാഷൂക്കിനെ കൊണ്ട് അവന്റെ ഹൃദയത്തെയും ശിക്ഷിക്കപ്പെടും. ആരെയാണോ പ്രണയിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? അദാബാക്കിക്കൊണ്ടിരിക്കും, ശിക്ഷിച്ചുകൊണ്ടിരിക്കും. ഫഇന്ന മൻ അഹബ്ബ ശൈഅൻ ഗൈറല്ലാഹ്. ആരാണോ അല്ലാഹുവല്ലാത്ത ഒരു വസ്തുവിനെ നിയമപരമല്ലാതെ സ്നേഹിക്കുന്നത്, ഉദ്ദിബ ബിഹി വലാ ബുദ്, തീർച്ചയായും അത് അവനെ കൊണ്ടെന്ത് ചെയ്യും? ഇവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. സമയം. അപ്പോ രണ്ടാമത്തെ അപകടം അതാണ്. അനിവാര്യമായും അള്ളാഹുവിന് പുറമെ ഒരാൾ വേറൊരാളെ സ്നേഹിച്ചോ, എന്നാൽ ആ സ്നേഹിക്കപ്പെട്ടവൻ മുഖേന അള്ളാഹു എന്ത് ചെയ്യും? ഇവനെ ശിക്ഷിക്കും. ലാ ബുദ്ധ, തീർച്ചയായും ഇത് അങ്ങനെയാണെന്നാണ്. കമാ ഖീൽ, ഒരു കവി പറഞ്ഞതുപോലെ, പറയപ്പെട്ടതുപോലെ, ഫമാ ഫിൽ അർളി അഷ്ഖാ മിൻ മുഹിബ്ബിൻ. പ്രണയിക്കുന്ന ഒരാളെക്കാൾ പരാജിതനായിട്ട് ദൗർഭാഗ്യമുള്ളവനായിട്ട് ഒരാളും തന്നെയില്ല ഭൂമിയിൽ. വഇൻ വജദൽ ഹവാ ഹുൽവൽ മദാഖി. ഈ പ്രണയത്തിൽ അതിൻ്റെ ചില മാധുര്യം അവന് രുചിക്കാൻ സാധിച്ചാൽ തന്നെയും,
പ്രണയത്തിന് ചിലപ്പോൾ കുറച്ച് മാധുര്യമൊക്കെ ഉണ്ടാവും. അതൊരാൾ ആസ്വദിച്ചാൽ തന്നെയും അവനേക്കാൾ പരാജയപ്പെടുന്നവൻ, ഭാഗ്യമില്ലാത്തവൻ വേറെ ആരുമില്ല. കാരണം എന്താ? തറാഹു ബാക്കിയൻ ഫീ കുല്ലി ഹീനിൻ മഖാഫത ഫുർഖത്തിൻ ഔൽ ഇഷ്തിയാഖി. എപ്പോഴും അവൻ കരയുന്നതായിട്ട് നിനക്ക് കാണാം. തറാഹു ബാക്കിയൻ ഫീ കുല്ലി ഹീനിൻ, എല്ലാ സമയങ്ങളിലും അവൻ കരച്ചിലായിരിക്കും. ഒന്നുകിൽ മഖാഫത ഫുർഖത്തിൻ, ഞാൻ സ്നേഹിക്കുന്നവനിൽ നിന്ന് വേർപെട്ടു പോകുമോ, അവൻ വേറൊരാളോട് സംസാരിച്ചു, പിന്നെ പ്രശ്നമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യാത്രയിൽ ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. സംഗതി നമ്മുടെ യാത്രാവേളകളെല്ലാം വളരെ അപകടം പിടിച്ച ഇതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 2 പെൺകുട്ടികളും 4 or 5 ആൺകുട്ടികളുമുണ്ട്. അവർ യാത്രയിലാണ്. അപ്പോൾ ഇതിൽ വലിയ തോന്നിവാസം എന്ന് വെച്ചാൽ തോന്നിവാസങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ പെരുമാറ്റം കാണും. ഇപ്പം ഇതേപോലെയാണ്. ഒരാൾ വേറൊരാൾ സംസാരിച്ചാൽ മറ്റേ ആൾക്കൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അവൻ്റെ പ്രയാസങ്ങൾ, മുഖം വീർപ്പിക്കലുകൾ, അവൻ്റെ കരച്ചിലുകൾ, ഇതാണ് ഇപ്പോൾ കവിതയിൽ പറഞ്ഞത്. തറാഹു ബാക്കിയൻ ഫീ കുല്ലി ഹീനിൻ, എപ്പോഴും അവൻ കരയുന്നതായിട്ട് നിനക്ക് കാണാം. മഖാഫത ഫുർഖത്തിൻ ഔൽ ഇഷ്തിയാഖിൻ, ഒന്നുകിൽ അവൻ എന്നെ വിട്ടുപോകോ അല്ലെങ്കിൽ അവൾ എന്നെ വിട്ടുപോകോ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ അവനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള കരച്ചിലാണ്. എപ്പോഴും കരച്ചിൽ തന്നെ. ഒന്നുകിൽ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതായ കരച്ചിൽ, അതല്ലെങ്കിൽ വേർപെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടുള്ള കരച്ചിൽ. ഫയബ്കി ഇന്ന ഔ ഷൗഖൻ ഇലൈഹിം, അവൻ വിദൂരത്തെവിടെയെങ്കിലുമാണ് എങ്കിൽ അവനിലേക്കുള്ള ഷൗക്ക് കൊണ്ട്, വന്നെത്തിച്ചേരാനുള്ളതായ ഷൗക്ക് കൊണ്ടുള്ള കരച്ചിൽ. വയബ്കി ഇൻ ദനൗ ഖൗഫൽ ഫിറാഖി, അവരടുത്ത് തൊട്ടടുത്തുണ്ട് എങ്കിൽ വേർപെട്ടു പോകുമോ, എന്നെ പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ടുള്ള കരച്ചിൽ. ഫതസ്ഖാനു ഐനുഹു ഇൻദൽ ഫിറാഖി, വേർപെടുമ്പോൾ അത് കാരണത്താൽ കണ്ണ് ചുവക്കുന്നു, കണ്ണ് കരയുന്നു. വതസ്ഖാനു ഐനുഹു ഇൻദ തലാഖി, കണ്ണുമുട്ടുമ്പോൾ അതിന്റെ വേദനയാൽ വീണ്ടും ചെയ്യുന്നു, കണ്ണു. അപ്പൊ എപ്പോഴും കരച്ചിലാണ്, ശിക്ഷയാണ്. ഇത് യഥാർത്ഥത്തിൽ എന്തില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്, ഇങ്ങനെ പ്രശ്നം പരിതമായിക്കൊണ്ടേയിരിക്കും. വൽ ഇഷ്കു വ ഇനിസ്തഅദബഹുൽ ആശിഖു, പ്രണയം എന്നത്, ഈ പ്രണയിക്കുന്ന ഒരാൾ അതിനെ ഒരു മാധുര്യമായി കണ്ടാൽ തന്നെയും ഫഹുവ അഅ്ദമു മിൻ അദാബിൽ ഖൽബ്, അവന്റെ ഹൃദയത്തിന് ശിക്ഷയാൽ ഏറ്റവും കഠിനമായത് തന്നെയാണ്. എപ്പോഴും ദുഃഖമായിരിക്കും, സ്വസ്ഥത മനസ്സിന് ലഭിക്കുകയില്ല, ഒറ്റപ്പെട്ട തോന്നലുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങളായിരിക്കും അവന്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവൻ മുഖേന അവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അസാലിസു അന്നൽ ആശിഖ ഖൽബഹു അസീറു ഖബ്ദതി മഅശൂഖിഹി യസൂമുഹുൽ ഹവാൻ, പ്രണയിക്കുന്ന ഒരാൾ ആരെയാണോ അവൻ പ്രണയിക്കുന്നത്, പ്രണയിക്കുന്ന ഒരാളുടെ ഹൃദയം ആരെയാണോ അവൻ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്നവന്റെ പിടുത്തത്തിലായിരിക്കും, അവന്റെ ബന്ധനസ്ഥന് അസീറായിരിക്കും. ഇവൻ ഒരു തടവറയിൽ കഴിയുന്നവനെ പോലെ ആയിരിക്കും. ഇവന്റെ ഹൃദയം എവിടെയായിരിക്കും, ജയിലിൽ കഴിയുന്നവനെ പോലെ ആയിരിക്കും. അവന്റെ പ്രണയിനിയുടെ ബന്ധനസ്ഥനത്തിലായിരിക്കും അവൻ ഇവനെന്ത് ചെയ്യും, നിന്ദതയിലേക്ക് കൊണ്ടുപോകും. ഇവൻ അവന്റെ മുന്നിൽ ഒരു നിന്ദനായി തീരും. ഏത് മോശം, ഇതിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കാണാം. എത്രത്തോളം എന്നാൽ, ഒരാൾ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു. ഒരാൾ സാധാരണ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യും, ഒരാൾ എൻ്റെ നേരെ തുപ്പിക്കഴിഞ്ഞാൽ എത്ര വെറുപ്പുണ്ടാവും നമുക്ക്, വളരെ വെറുപ്പായിരിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാവും. ഒരു സ്ത്രീ, ഇവൻ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഇവന്റെ നേരെ തുപ്പി, ഇവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ തുപ്പിൽ കയ്യിലെടുത്തിട്ട് പരട്ടിയിട്ട് ശരീരത്തിൽ മുഴുവൻ എന്ത് ചെയ്യും, തേക്കും. അത്രയ്ക്കും ബോധമില്ലാത്തവനായി മാറുവൻ. അതാണ് പറയുന്നത്. അപ്പൊ ഇവൻ അത്ര നിന്ദ്യനായി തീരും അവന്റെ പ്രണയിനിയുടെ മുന്നിൽ. ആ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, മനുഷ്യനെ ഇത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇതിന് ധാരാളം ചരിത്രങ്ങൾ എന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉലമാക്കൾ ഉദ്ധരിക്കലുണ്ട്. അപ്പോൾ അവർ നിന്ദ്യനാക്കി തീർക്കുന്ന, ആരെയാണോ പ്രണയിക്കുന്നത് അവന്റെ കൈയുടെ ഉള്ളിലുള്ള ഒരു ജയിലിൽ കഴിയുന്ന തടവറ പുള്ളിയെ, ജയിൽ പുള്ളിയെ പോലെ ആയിത്തീരും ഇവൻ. വലാകിൻ ലിസക്രത്തിൽ ഇഷ്ഖി ലാ യശ്ഉറു ബിമുസാബിഹി, ഈ പ്രണയത്തിന്റെ ലഹരി മൂത്തിട്ട് എന്താണ് ഇവനക്ക് സംഭവിച്ചത് എന്നവൻ അറിയുന്നില്ല, അവന് ബോധമില്ല. ഞാൻ എത്ര നിന്ദ്യനായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതായിരിക്കും അവന്റെ അവസ്ഥ. ഫഖൽബുഹു, ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ഹൃദയം കഉസ്ഫൂറത്തിൻ ഫീ കഫി തിഫ്ലിൻ യസൂമുഹാ ഹിയാവർ റദാ വത്തിഫ്ലു യൽഹു വയൽഅബു, ഒരു കുരുവിയെ പോലെയാണ്.
ഒരു ചെറിയ കുട്ടി അതിൻ്റെ കൈ വള്ളയിലെടുത്തിട്ട് ഈ എന്ത് ചെയ്യാണ്, ഈ കുരുവിയെ യസൂമുഹാഹിയാവറത നാശത്തിന്റെ ഹൗദിൽ ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കാറായി. അപ്പോൾ ചെറിയ കുരുവിയെ ചെറിയ കുട്ടി കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടിക്ക് നല്ല രസമായിരിക്കും. കുരുവി എന്ത് ചെയ്യും, ഇവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. വത്തുഫ്ലു യൽഹു വയൽഅബു, കുട്ടി ഇതിനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ പക്ഷി എന്താണ്, അത് മരണാസന്നനായിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് നാശമായിരിക്കും, പക്ഷെ ഇത് അറിയുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ ആരാണ് പ്രണയത്തിന്റെ വലയിൽ അകപ്പെട്ടു പോയത്, ഇവൻ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ പ്രണയിനിയുടെ ഒരു തടവുപുള്ളിയെ പോലെയാണ്. അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇവൻ എത്തിപ്പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഫഐഷുൽ ആഷിഖി ഐഷുൽ അസീരിൽ മൂസഖി, പ്രണയിക്കുന്നവന്റെ ജീവിതം എന്ന് പറയുന്നത് കെട്ടിയിട്ട ബന്ധനസ്ഥന്റെ ജീവിതം പോലെയാണ്. വഐഷുൽ ഖലീ, ഖലീന്റെ ജീവിതം, പ്രണയബന്ധങ്ങളില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം. ഐഷുൽ മുസയ്യബിൽ മുത്ലഖി, തുറന്നുവിടപ്പെട്ട, മുസയ്യബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് തുറന്നുവിടപ്പെട്ട മൃഗങ്ങളുണ്ടല്ലോ, എവിടെയും പോയി ഇഷ്ടമുള്ളത് മേയാം എന്ന് പറഞ്ഞ തുറന്നുവിടപ്പെട്ടിരിക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ്. ഫൽ ആഷിഖു കമാ ഖീൽ, പ്രണയിക്കുന്നവൻ ഒരു കവി പറഞ്ഞതുപോലെയാണ്. ത്വലീഖുൻ ബിറഅയിൽ ഐനി വഹുവ അസീറുൻ, നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനായിരിക്കും, പക്ഷെ വഹുവ അസീറുൻ, അവൻ എന്താണ്, തടവുപുള്ളിയാണ്. അലീലുൻ അലാ ഖുതുബിൽ ഹലാക്കി യദൂറു, അവൻ എന്താണ്, ഹലാക്കിന്റെ നാശത്തിന്റെ ഖുതുബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്, അച്ചുതണ്ടില് അത് കടന്നിട്ട് അവൻ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാശത്തിന്റെ അച്ചുതണ്ടിൽ അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ അവൻ സ്വതന്ത്രനാണെന്ന് തോന്നും, പക്ഷെ അവൻ ആ വൃത്തം വിട്ടിട്ടെന്ന് ചെയ്യാൻ പറ്റൂല. ഒരു അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, പണ്ട് മൃഗത്തേക്ക് ഇങ്ങനെ കറക്കുമല്ലോ, ചക്ക് പോലെ, ചക്കിലാട്ടുന്ന പോലെ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഇവൻ ബന്ധനസ്ഥനാണ്, അത് വിട്ടുപോകാൻ അവന് സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇവൻ മയ്യിത്താണ്, ജീവനില്ലാത്ത മരണപ്പെട്ടവനാണ്. ജീവനുള്ളവന്റെ സൂറത്തിലാണുള്ളത്, ജീവനുള്ള പോലെ ഇങ്ങനെ നടക്കുന്നു പോകുന്നു, പക്ഷെ ഇവൻ എന്താണ്, ഇവന്റെ ഹൃദയം മരിച്ചു പോയിരിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലല്ലാതെ ഇവന് ബോധമുണ്ടാവുകയില്ല, ഇവന്റെ മനസ്സെന്ത് ചെയ്യുകയില്ല, എഴുന്നേൽക്കുകയില്ല. പ്രണയത്തിന്റെ തീക്ഷ്ണമായ അതിന്റെ സഹോദരനാണ് ഇവൻ, അതിൽ ഇവന്റെ ഹൃദയം എന്ത് ചെയ്തിരിക്കുന്നു, പാഴായിപ്പോയിരിക്കുന്നു. ഫലൈസ ലഹു ഹത്തൽ മമാതി ഹുദൂറു, മരണം വരുന്നത് വരെയും ആ ഹൃദയത്തിന് ബോധമുണ്ടാവുകയില്ല, ഹൃദയ സാന്നിധ്യം ലഭിക്കുകയില്ല, മരിച്ചവനെ പോലെയാണ് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം നിസ്കാരം 8:5. നാലാമത്തെ കാര്യം അർറാബിഉ അന്നഹു യഷ്തഗിലു ബിഹി അൻ മസാലിഹി ദീനിഹി വദുനിയാ. പ്രണയത്തിലകപ്പെട്ടവൻ ആരാണോ അവൻ ദീനിന്റെയും ദുനിയാവിന്റെയും മസ്ലഹത്തുകളെ വിട്ടിട്ട് അവൻ വ്യാപൃതനാകും. പ്രണയത്തിലകപ്പെട്ട ഒരാൾക്ക് ദീനിയായി നന്മകൾ ചെയ്യാൻ സാധിക്കൂല. എന്നാൽ ദുനിയാവിന്റെ ഏതെങ്കിലും നന്മകളിൽ ഏർപ്പെടാൻ സാധിക്കുമോ? അതിനും സാധിക്കുകയില്ല. ഫലൈസ ശൈഉൻ അദ്യഉ ലിമസാലിഹിദ്ദീനി വദ്ദുനിയാ മിൻ ഇഷ്ഖി സുവർ. ഈ പ്രണയത്തെക്കാൾ ദീനും ദുനിയാവിന്റെയും മസാലിഹകൾ, നന്മകൾ നശിപ്പിച്ച് കളയുന്ന വേറൊന്നുമില്ല. ഒരാളുടെ ദീനിയായ നേട്ടങ്ങൾ അത് തകർത്ത് കളയും. അതേപോലെ തന്നെ ദുനിയാവിന്റെ നേട്ടങ്ങൾ എന്ത് ചെയ്യും, തകർത്ത് കളയും. പല കാരണങ്ങളും തകർത്ത് കളയാൻ. അതിൽ ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്ന, ഏറ്റവും അധികം ദീനും ദുനിയാവും നശിപ്പിക്കുന്നത് എന്താണ്? പ്രണയമാണ്. അമ്മാ മസാലിഹുദ്ദീൻ, ദീനിന്റെ മസ്ലഹത്തുകൾ. എപ്പോഴാണ് ഒരാൾക്ക് ദീനിയായിട്ട് പുരോഗതി ഉണ്ടാവുക? ഫഇന്നഹാ മനൂതത്തുൻ ബിലമ്മി ശഅസിൽ ഖൽബി വഇഖ്ബാലിഹി അലല്ലാഹ്. ദീനിയായിട്ട് ഒരാൾക്ക് പുരോഗതി ഉണ്ടാകുന്നത് അത് ഹൃദയ സാന്നിധ്യവുമായി ബന്ധപ്പെടുത്തപ്പെട്ടതാണ്. ഫഇന്നഹാ മനൂതത്തുൻ ബിലമ്മി ശഅസിൽ ഖൽബി വഇഖ്ബാലിഹി അലല്ലാഹ്. ഹൃദയം എന്ത് ചെയ്യുക? ഹൃദയത്തിന്റെ വ്യത്യസ്ത ചിന്തകൾ ഏകോപിപ്പിക്കുക. അതുമായിട്ടാണ് അവിടെ ദീൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ദീനിയായി ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സ് ഏകാഗ്രതമായിരിക്കണം. അവന്റെ മനസ്സിനെ അവന് എന്ത് ചെയ്യാൻ സാധിക്കണം? പല ചിന്തകളിൽ നിന്ന് ഒന്നായിട്ട് ഏകാഗ്രമായിട്ട് അള്ളാഹുവിനെ കേന്ദ്രീകരിച്ച് അവരിലേക്ക് തിരിയാൻ സാധിക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ദീനിയായിട്ട് പുരോഗതി ഒരാൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണോ ഒരാളുടെ ഹമ്മുകളെല്ലാം കൂടി ഒറ്റ ഹമ്മാക്കി, ഹമ്മൽ മആദ്, ആഖിറത്തിലേക്ക് മടങ്ങുന്നതിനുള്ള ഹമ്മാക്കി, എന്നാൽ അവന്റെ ദുനിയാവിന്റെ എല്ലാ ഹമ്മുകളും അള്ളാഹു എന്ത് ചെയ്യും?
തീർത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വ്യത്യസ്ത ഹമ്മുകളാക്കി കഴിഞ്ഞാൽ അവന്റെ വ്യത്യസ്ത ചിന്തകളാണ് അവനക്ക്. എന്നാൽ എന്ത് ചെയ്യും? ദുനിയാവും നടക്കൂല, ആഖിറവും നടക്കൂല. എന്നതുപോലെ ദീനിയായിട്ട് പുരോഗതി ഉണ്ടാകണമെങ്കിൽ മനസ്സിന് ഏകാഗ്രത ഉണ്ടാകണം. പ്രണയത്തിൽ അകപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ഏകാഗ്രമാവുകയില്ല. അതുകൊണ്ട് തന്നെ ദീനിയായ പുരോഗതി അവനുണ്ടാവുകയില്ല. പ്രണയമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കി കളയുന്നത്. അതിന് ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയും. പല പല ചിന്തകളായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പ്രണയിക്കുന്ന ഒരാൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ദീൻ എന്ത് ചെയ്യും? തകരും. വഅമ്മാ മസാലിഹുദ്ദുനിയ, അപ്പോൾ ദുനിയാവിന്റെ മസ്ലഹത്തുകളോ ദുനിയവിയായ ഭൗതികമായ നേട്ടങ്ങളോ ഫഹിയ താബിഅത്തുൻ ഫിൽ ഹഖീഖത്തി ലിമസാലിഹിദ്ദീൻ, ദുനിയാവിന്റെ നേട്ടങ്ങൾ ഒരാൾക്ക് ശരിയാവിധം കരഗതമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ദീനിന്റെ മസ്ലഹത്തിന്റെ പിന്തുടർച്ചയാണ്. ഫമനിൻ ഫറതത് അലൈഹി മസാലിഹു ദീനിഹി, ഒരാളുടെ ദീനിന്റെ മസ്ലഹത്തുകൾ എന്ത് ചെയ്തു? അത് തകർന്നു പോയി കഴിഞ്ഞാൽ, അതിൽ കോട്ടം സംഭവിച്ചാൽ, വദാഅത്ത് അലൈഹി, അത് അവന് പാഴായി കഴിഞ്ഞാൽ, ഫമസാലിഹു ദുനിയാഹു അദിയഉ വദിയ, അപ്പോൾ സ്വാഭാവികമായിട്ടും ദുനിയാവിന്റെ മസ്ലഹത്തുകൾ എന്ത് ചെയ്യും? അത് മുഖേന നശിക്കും. അപ്പോൾ ദീൻ നശിച്ചു. ദീൻ നശിച്ചാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവന്റെ ദുനിയാവും എന്ത് ചെയ്യും? നാശമാകും എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ കാര്യം. പ്രണയത്തിന്റെ അപകടമായി പറയുന്ന നാലാമത്തെ കാര്യം അതാണ്. ഒന്നുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. വൽ ഖാമിസു, അഞ്ചാമത്തേത്, അന്ന ആഫാത്തി ദുനിയാ വൽ ആഖിറതി അസ്റഉ ഇലാ ഉശാഖി സുവരി മിനൻ നാരി ഫീ യാബിസിൽ ഹതബ്. ദുനിയാവിന്റെ അപകടങ്ങൾ അതേപോലെ ആഖിറത്തിന്റെ അപകടങ്ങളും അസ്റഉ ഇലാ ഉശാഖി സുവർ, പ്രണയിക്കുന്ന ആളുകളിലേക്ക് വളരെ വേഗതയിൽ നാശം വന്നു ചേരും. ഏതിനേക്കാൾ വേഗതയിൽ? മിനൻ നാരി ഫീ യാബിസിൽ ഹതബ്, ഉണങ്ങിയ വിറകിലേക്ക് തീ എങ്ങനെയാണോ പടർന്നു പിടിക്കുന്നത് അതിനേക്കാൾ വേഗതയിൽ. നല്ല ഉണങ്ങിയ വിറകാണെങ്കിൽ തീ പിടിക്കാൻ എന്തില്ല, ഒരു പ്രയാസമില്ല, വളരെ വേഗതയിൽ തീ ആളിപ്പടരും. അതിനേക്കാൾ വേഗതയിൽ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? നാശങ്ങൾ വന്നു ഭവിക്കും. വസബബു ദാലിക, അതിനുള്ള കാരണം ഇതാണ്. അന്നൽ ഖൽബ കുല്ലമാ ഖറുബ മിനൽ ഇഷ്ഖി, പ്രണയത്തോട് ഒരു ഹൃദയം എപ്പോഴെല്ലാം അടുക്കുന്നുവോ, വഖവി ഇത്തിസാലുഹു ബി, പ്രണയത്തോട് എത്രത്തോളം ബന്ധം ശക്തമാകുന്നുവോ, ബഅദ മിനല്ലാഹ്, ആ ഹൃദയം എന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്ന് അകലും. പ്രണയത്തോടെ എത്ര അടുക്കുന്നുവോ ഹൃദയം എന്ത് ചെയ്യും? അള്ളാഹുവിങ്കിൽ നിന്ന് അകലും. ഫഅബ്അദുൽ ഖുലൂബി മിനല്ലാഹി ഖുലൂബു ഉശാഖി സുവർ, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അടുത്ത ഹൃദയം ആരുടെ ഹൃദയങ്ങളാണ്? പ്രണയിക്കുന്ന ആളുകളുടെ ഹൃദയമാണ്. നമ്മൾ നേരത്തെ വിവരിച്ചതാണ്. പ്രണയിക്കുന്ന ആളുകളുടെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലും. അവന്റെ ഹൃദയത്തിൽ ഈ പ്രണയിനി മാത്രമായിരിക്കും. അപ്പൊ അള്ളാഹുവിൽ നിന്ന് അകലം പാലിക്കും. വഇദാ ബഅദൽ ഖൽബു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒരു ഹൃദയം അകന്നാൽ തറഖത്തുൽ ആഫാത്ത്, അപകടങ്ങൾ അവിടെ വന്നിട്ട് മുട്ടാൻ തുടങ്ങും. അപകടങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരും. വതവല്ലാഹു ശൈത്വാനു മിൻ കുല്ലി നാഹിയ, ശൈത്വാൻ എല്ലാ ഭാഗത്തു നിന്നും അവൻ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. ഫഇന്ന ശൈത്വാന യതവല്ല, ശൈത്വാൻ അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. വമൻ തവല്ലാഹു അദുവുഹു, ഏതൊരുവന്റെ കാര്യം അവന്റെ ശത്രു ഏറ്റെടുക്കുന്നുവോ, ശൈത്വാൻ അവന്റെ ശത്രുവാണ്. അപ്പൊ അവന്റെ കാര്യം, അവന്റെ അധികാരം നടത്താൻ പോണതാരാണ്? അവന്റെ ശത്രുവാണ്. ഏതൊരുവന്റെ കാര്യങ്ങൾ ശത്രു ഏറ്റെടുക്കുന്നുവോ, വസ്തൗല അലൈഹി, അവന്റെ മേൽ ആധിപത്യം ചുമത്തുന്നുവോ, ഒരു ശത്രുവാണ് ഒരാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, ശത്രുവാണ് അവന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിലുള്ള അവസ്ഥ എന്താ? നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ ശത്രുവാണ്. എന്നുള്ള അവസ്ഥ എന്താ? നമുക്ക് നന്മയുള്ള എന്തെങ്കിലും കൊണ്ടുവരുമോ? ഇല്ല, നമ്മൾ അപകടപ്പെടുത്താൻ ശ്രമിക്കും. ലം യദഅ അദൻ, ഒരു ഉപദ്രവവും ഈ ശത്രു ഒഴിവാക്കുകയില്ല. യുംകിനുഹു ഈസാലുഹു ഇലൈഹി ഇല്ലാ വസലു, ഇവനിലേക്ക് എന്തെങ്കിലും ഒരു അപകടം കൊണ്ടെത്തിക്കാൻ ഈ ശത്രുവിന് സാധിക്കുമോ? അതൊക്കെ അവൻ ചെയ്യും. ഷൈത്വാനാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ എന്ത് അപകടം ഇവനെ വരുത്താൻ ഷൈത്വാൻ സാധിക്കുമോ അതെല്ലാം എന്ത് ചെയ്യും? അവൻ ചെയ്യും. ഫമവ്വന്നു ബിഖൽബിൻ, അപ്പൊ പിന്നെ ഒരു ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ് നീ ചിന്തിക്കുന്നത്? തമക്കന മിൻഹു അദുവുഹു, അവന്റെ ശത്രു ആ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വാധീനം ഏറ്റെടുത്തിരിക്കുന്നു. വഅഹ്റസുൽ ഖൽഖി അലാ ഗയ്യിഹി വഫസാദി, ആ ശത്രുവാകട്ടെ ഇവനെ വഴിപിഴപ്പിക്കുന്നതിൽ, ഇവനെ നാശത്തിലാക്കുന്നതിൽ ഏറ്റവും അത്യാഗ്രഹമുള്ളവനാണ്. വബഉദ മിൻഹു വലിയു, എന്നാൽ ആ ഹൃദയത്തിൽ നിന്ന് അവന്റെ വലിയ അകന്നുപോയി. അവന്റെ യഥാർത്ഥ വലിയ ആരാണ്? അവന്റെ കൂട്ടാളി ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. വമൻ ലാ സആദത ലഹു വലാ ഫറഹ വലാ സുറൂറ ഇല്ലാ ബിഖുർബതി വവിലായതി,
ഒരാൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ, സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കൂട്ടാണ് അവനുണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള അള്ളാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയി. പ്രണയത്തിൽ അകപ്പെട്ടതോടുകൂടി അവനെ സംരക്ഷിക്കേണ്ട, അവന് സന്തോഷം നൽകേണ്ട, അവന്റെ മനസ്സിന് സമാധാനം നൽകേണ്ട അള്ളാഹുവുമായുള്ള ബന്ധം അവന്റെ ഹൃദയം വിട്ടുപോയി. പിന്നെയോ അവന്റെ ശത്രു അവന്റെ കാര്യം ഏറ്റെടുത്തു. അവന്റെ ശത്രുവാണ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അദാബുകളും എല്ലാ ആപത്തുകളും എന്ത് ചെയ്യും? അവന് വന്ന് ഭവിച്ചു കൊണ്ടിരിക്കും. ഇതാണ് 5ാമത്തെ അപകടം. അപ്പോൾ പ്രണയത്തിന്റെ അപകടങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അത് പഠിക്കാനും അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.